ചട്ടിയൊക്കെ എനിക്ക് കൊണ്ടുവന്നത് ഞാൻ വന്ന ചട്ടിയൊക്കെ എടുത്ത് വന്നിരിക്കണത്. ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സാറ്റർഡേ ആയിട്ട് റൂമിൽ പോസ്റ്റ് അടിച്ച് എന്നോട് വാടിയെന്നും പറഞ്ഞിട്ട് വരുത്തി വിളിച്ചു. അവളെന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ അവരുടെ വീട്ടിലോട്ട് പോകുന്നു ഗൈസ്. കേട്ടില്ലേടി? കറക്റ്റായിട്ട് എത്തി. ഞാൻ അപ്പുറത്തെ വഴി പോയിടി. അപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ എടി അതെ അപ്പുറത്ത് ഞാൻ ചെന്നപ്പോഴേ ആ ചെക്കന്മാരില്ല ഒരു വിളിക്ക് ഞാൻ നിന്നെ ഫോട്ടോ എടുത്ത് അയച്ചെന്നാ ഒരു വിളിക്ക് എന്താണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരെങ്കിലും വന്നതായിരിക്കും ഫോട്ടോ എടുക്കാനായിട്ട്. നീ എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കി വെച്ചടി? കഴിയുണ്ടേ ഗൈസ്, നോക്ക് ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവള്. ആരും ഇല്ലടി ഇവിടെ? നീ കഴിച്ചില്ലേ ഇപ്പൊ? കപ്പ വേണ്ട, ചോറ് മതി. ഞാൻ ഇത്ര നേരം കഴിക്കാതിരിക്കും, എന്നിട്ട് വേണം ഗ്യാസ് ഒന്നാതെ വയ്യ. അപ്പോൾ കൂട്ടുകാരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ വിളമ്പ് വേണോ? ലൈറ്റ് ഇട്. ഗൈസ് വന്നപ്പോൾ തന്നെ കൈ കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വിളിച്ചിരുന്നു. ഗൈസ് ചട്ടിയൊക്കെ എനിക്ക് കൊണ്ടുവന്നത് ഞാൻ വന്നത് ചട്ടിയൊക്കെ എടുത്ത് വന്നിരിക്കണം. എന്ത് ചട്ടിയൊക്കെ അവിടെ എനിക്ക് തന്ന് ഗൈസ്. പല ഷുഗറുള്ള ആൾക്കാരെ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്താണ് ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്. എന്തു അത്? ഞാൻ ഒരു മെസ്സ് തുടങ്ങാൻ പോണേ. എന്താ നിന്റെ അഭിപ്രായം? നീ ശ്രീകുട്ടി ചേച്ചിക്ക് പഠിക്കുവാണോ? ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ പാത്രമൊക്കെ കഴിയുന്നുണ്ട്. ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാവേ. വെയിറ്റ് കാണിച്ചു. എന്ത് സുഖല്ലേ! ഒടുക്കത്തെ കാറ്റ്, നല്ല സുഖം. ഇടി ഇതാണ് ഒരു ആലുവ പുഴ പെരിയാറ്. അങ്ങനെ ഇതാണ് ഗൈസ് പെരിയാറിൻ്റെ കൈവഴി. ആഹാ, നല്ല സുഖം. ഒന്ന് ആലോചിച്ച് എന്ത് രസമല്ലേ! ഇവിടെ നിന്നിട്ട് ഭയങ്കര കാറ്റ്. ഇടി ആ കാണുന്ന പാലം ഏതാടി? ഏതാ പാലം? ആ ഓ എടി അപ്പുറത്തെ സൈഡിൽ കുളിക്കുന്നത് വേണോ? പിള്ളേരെല്ലാവരും അവിടെ കടവ് പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വേണ്ട ചുമ്മാ പുറത്ത് വേണ്ടി പോവാണ്. ഓക്കെ, ഞാനിപ്പോൾ വിചാരിക്കും കണ്ണാടി നോക്കിക്കേ. നീ കാണുന്ന പോലും ഇല്ല. നോക്കിയേ, ഗൈസ് ഞങ്ങൾ ചെയ്യേണ്ട ഏരൂര് വന്നപ്പോൾ എന്താ കറക്റ്റ് സിഗ്നലിൻ്റെ അവിടെ വണ്ടി ട്വിസ്റ്റായിട്ട് കിടക്കുന്നുണ്ടോ? വിചാരിച്ചു അങ്ങനെ അവിടെയാണ് കേട്ടോ ആക്സിഡൻറ്റ് കിടന്നേക്കുന്നത്. വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ട് ഉണ്ടോ
ഇവിടെ എല്ലാം ബ്ലോക്കായിട്ട് കിടക്കുക കേട്ടോ വണ്ടി. അപ്പോൾ ഞങ്ങൾ വേണ്ട ഈ പാർക്കിൽ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പാർക്ക് നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ പാർക്കിൽ വന്നിരിക്കണം ഗൈസ്. നോക്കിക്കേ, മാതിരി ബ്ലോക്കാണ്. ഹലോ, ഇറങ്ങിയോ? ഞാൻ അയാളുടെ അടുത്ത് പോയിട്ടുണ്ടായി, അവർ തുറന്നിട്ടൊന്നും ഉണ്ടായില്ല. മറ്റേത് എടി നല്ല രസമുണ്ട് എടി. കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്. പഠിപ്പിച്ചെന്ന കടയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മള് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളടുത്ത് എങ്ങോട്ടാ പോണേ? നൂഡിൽസ് കഴിക്കാം. നൂഡിൽസ് വിത്ത് ബുൾസൈ. ആര് പറഞ്ഞാ? ഇല്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത് കഴിക്കാൻ പോകുന്നത് നൂഡിൽസ് വിത്ത് ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് ഇല്ലേ? സോറി ബുൾസൈ. നൂഡിൽസ് വിത്ത് ബുൾസൈ. ഓക്കെ. ആൻറ്റി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവളപ്പം ആൻറ്റിക്ക് ചാറ്റ് കൊടുക്കാനിട്ട് പോകാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പോലും ബ്ലോക്ക് മാറിയിട്ടില്ല. ആ വണ്ടി അതേപോലെ തന്നെ കിടക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ നൂഡിൽസും വിത്ത് ഓംപ്ലേറ്റ്. ഗൈസ് ഇപ്പോഴാണ് കേട്ടോ പോലീസുകാരൊക്കെ വന്നത്. അതുപോലെ വിഷയമാണ് ഗൈസ് വണ്ടി. നമ്മൾ നോൺ വെജ് വെച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരതെ പോകുന്ന വഴിക്ക് നമ്മൾ നാച്ചുറൽസ് കണ്ട്. എന്നാൽ പിന്നെ നാച്ചുറൽസ് കയറി 2 ഐസ്ക്രീം കൂടി ആവാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാവാമല്ലോ നമ്മുടെ നൂഡിൽസ്. അപ്പോൾ അവളും നേരെ പോയി. അവൾക്ക് എന്താണോ വേണ്ടതെന്ന് അവൾ സെലക്ട് ചെയ്യാണ്. ഞാൻ പുറകെ ചെന്ന്. പിന്നെ ഞാൻ സെലക്ട് ചെയ്തൊരു ടെൻഡൽ കോക്കനട്ടാണ് കേട്ടോ. അവളൊരു മാംഗോ ആണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ടേസ്റ്റ് ചെയ്യാമല്ലോ. ഈ ട്രാഫിക്കാണ് കേട്ടോ. അയ്യോ, അവക്കാടോ മതിയായിരുന്നടേ. ഞാൻ അവക്കാടോ. അങ്ങനെ നമ്മൾ നാച്ചുറൽസിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവൾക്ക് കുറച്ച് ദുപ്പട്ട വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കടയിൽ കയറിയിട്ട് ദുപ്പട്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കുറേ നേരമായി സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ 2 കളർ കൂടി കണ്ടു. ഇതെടുക്കാൻ പോ ചേച്ചി. നല്ല കളറാ. മഞ്ഞ എന്തായാലും കൺഫേം അല്ലേ? മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചുമപ്പയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ 2 എടുക്കത്തില്ല. അന്തസ്സുണ്ട്. കൊള്ളാടി. കൊള്ളാന്ന്. ഈ ബ്ലാക്കിൻ്റെ കൂടെ ചേരുന്നുണ്ട്. പക്ഷെ എനിക്ക് നോക്കരുത്. ഞാൻ പോത്തീസ് പോയിട്ട് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഈ ഇതിൻ്റെ കൂടെ എല്ലാം നല്ല ഭംഗിയുണ്ട്. എനിക്ക് റെഡിനെക്കാട്ടും ഇഷ്ടപ്പെട്ട എല്ലാം. എല്ലാം കൺഫേം ചെയ്തിട്ട് വേറെ ഒരെണ്ണം കൂടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേറെ എടുത്തു. പക്ഷെ എല്ലാം കളയണ്ട. ഇതിലെല്ലാം നല്ല തെളിഞ്ഞ് നിൽക്കുന്നതല്ലേ. എന്നെ ഒന്ന് നോക്കൂ ശരിക്കും. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഒരു ഷാള്, ആ ഷാളിന് വേണ്ടിയിട്ട് ഒരു കട തന്നെ ഇളക്കി വെച്ചിട്ടുണ്ട്. അത് ശരി. പിന്നെ ബ്ലാക്ക് ഇട്ടാലും നല്ലതല്ലേ ഈ ഷോള്. ഇതൊക്കെ ഗ്രൂപ്പിലെടുത്തിട്ട് ചെയ്യാനാണ് പരിപാടി. ബ്ലോഗറാണ്.
ഏറെ നേരത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അവസാനം അവൾ ഈ ഒരു ദുപ്പട്ടയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് ദുപ്പട്ടയാണ് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ അടുത്തത് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. കുറേ ദിവസം കൊണ്ട് ഇൻസ്റ്റയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഓഫറാണ്, ഭയങ്കര സെലക്ഷനാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ സ്റ്റുഡിയോയിലും കൂടി ജസ്റ്റ് ഒന്ന് തല വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറുകയാണ്. അപ്പോൾ അത്യാവശ്യം ഭയങ്കര കളക്ഷനൊന്നും പറയാനായിട്ടില്ല, അതുപോലെ തന്നെ ഭയങ്കര ഓഫറൊന്നും പറയാനായിട്ടില്ല, ഓഫറിനൊത്തുള്ള കളക്ഷൻസും ഇല്ല. അപ്പോൾ ഞങ്ങളിത് കുറച്ച് ലേഡീസിൻ്റെ അവിടെ വന്ന് കുറേ നോക്കി, ഒന്നും കിട്ടാഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജെൻസിലേക്ക് കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. പോയോ എടി പിന്നെയാ അവിടെ എന്ത് കുർത്തീസ് ഞാൻ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് പുതിയതാ, ഇത് മറ്റേ തിന്നുന്ന മിഠായിടാ. ഇപ്പൊ കാണിച്ചത് മാത്രം കൊള്ളാം. പർപ്പിളല്ലായിരുന്നോ? ഇത് പണ്ടത്തെ ബൂമറും ഇതില്ലേ ബബിൾക്കം ഇല്ലേ? തിരിച്ചിറങ്ങിട്ടോ ഒന്ന് ഓർത്തോ. ഈ പക്ഷേ ഓഫറാണോ? നീയല്ലേ പറഞ്ഞത്? എടി ഞാൻ റീല് കണ്ടിട്ട് പറഞ്ഞതാണ്. റീല് കണ്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി എല്ലാം എടുത്ത് പോയതാണോ എന്ന് അറിയത്തില്ല. വിഷ്ണുവിനെ ഇത് ഇങ്ങനത്തെ ഷർട്ട് ഇഷ്ടമാടി, ഇഷ്ടപ്പെട്ടോ? കൊള്ളത്തില്ലേ? ഇവൻ ഇങ്ങനത്തെ ഷർട്ട് ഇഷ്ടമാണ്. ഇതെല്ലാം എടുത്തിട്ട് ഇറങ്ങിയാൽ മതി. ഒട്ടവിടെയല്ലേ പോണത്? ഇതെടുത്തോ, ഇത് കിട്ടത്തില്ല കേട്ടോ. പിന്നെ എപ്പോൾ കയറുന്നല്ലേ വണ്ടിക്കത്? വീട്ടിൽ നിന്നെല്ലാം പറയൂ. കുറേ നീ അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ഒരു ദിവസത്തെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നൂഡിൽസ് വിത്ത് ബുൾസൈ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കളമശ്ശേരിയിലുള്ള മാലിക് എന്നും പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ഡിഷാണ് കേട്ടോ. അപ്പോൾ അതേ അശ്വതി പോയി സാധനമൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ സീറ്റിലൊക്കെ വന്നിരിക്കുകയാണ്. ഞങ്ങളിതേ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇല്ലേ, ഈ ബുജി എന്നും പറഞ്ഞൊരു സാധനം അവർ കൊണ്ടു തന്നു. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തതല്ല, പിന്നെ നമ്മൾ പറഞ്ഞ്, അപ്പോൾ പിന്നെ അവർ മാറ്റി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ബുൾസൈ കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല ഉഗ്രനായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്യണേ. പോവാം. എടി എന്തിനും മറന്നോ? എപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലും തന്നിട്ട് മറന്നിട്ടായിരിക്കും പോകുന്നത്. പോട്ടെ, ബായ്. ഇല്ല മുറുക്കിയിട്ടതാ. പോവാ. ഓക്കെ. അങ്ങനെ അവൾ മെട്രോ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്തിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. നമ്മുടെ ഒരു സെക്കൻഡ് സാറ്റർഡേ അതിമനോഹരമായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് കാണാനായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ കൂട്ടുകാരെ, ബായ്.